ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റബൂസിയ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കോഴിക്കോടൻ ചട്ടിപ്പത്തിരിയാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ സാധനങ്ങളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യമായത് ഗോതമ്പാണ്. ഞാൻ സാധാരണ മൈദയാണ് എടുക്കാറുള്ളത്. ഞാനിവിടെ ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഗോതമ്പ് നമ്മൾ സാധാ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ കുഴച്ച് വെച്ചതാണിത്. പിന്നെ വേണ്ടത് 8 മുട്ടയാണ് എടുത്തിട്ടുള്ളത്, കുറച്ച് തേങ്ങ, പഞ്ചസാര, ഒരു അരക്കപ്പ് പാല്, കുറച്ച് കരിഞ്ചീരകം, ഏലക്ക പൊടിച്ചത്, പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരി. ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് ആദ്യമായിട്ട് വേണ്ടത് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച ഗോതമ്പ് ഉരുള നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. കുറച്ച് പൊടി ഇട്ടിട്ട് ഇത് നല്ല വലിപ്പത്തിൽ പരത്തിയെടുക്കണം. ഇതേപോലെ വലുതാക്കി കുറച്ച് കട്ടി കുറച്ചിട്ട് പരത്തിയെടുക്കാം. ഇതേ രൂപത്തിൽ ബാക്കിയുള്ളതൊക്കെ പരത്തിയെടുക്കാം. ഇനി നമുക്ക് മുട്ടന്റെ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 5 മുട്ട ഇതിനെടുത്തിട്ട് പൊട്ടിക്കും. ഇതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, കുറച്ച് ഏലക്ക പൊടിച്ചത്, നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര ഇതിൽ നല്ലോണം കലങ്ങണം. ഇനി നമുക്ക് ബാക്കിയുള്ള 3 മുട്ടയും കൂടി റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചത്, കുറച്ച് കരിഞ്ചീരകം, അരക്കപ്പ് പാലും ചേർത്ത് കൊടുക്കും. ഇനി ഇത് നന്നായിട്ട് ഈ പഞ്ചസാരയും ഇട്ടൊക്കെ നല്ലോണം മിക്സ് ചെയ്തെടുക്കും. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പരത്തി വെച്ച പത്തിരി ചപ്പാത്തി നമുക്ക് എന്ത് ചെയ്യാം, ചുട്ടെടുക്കാം. നല്ലോണം വേവിച്ചെടുക്കരുത്, ചെറിയ രൂപത്തിലൊന്ന് ചുട്ടെടുത്താൽ മതി. ഇത് തയ്യാറാക്കുമ്പോൾ നമ്മൾ നല്ല കട്ടി കുറച്ചിട്ടാണ് പരത്തിയെടുക്കേണ്ടത്. അപ്പോഴാണ് ചട്ടിപ്പത്തിരിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. നല്ലോണം വെന്ത് പോകാനും പാടില്ല. ചെറിയ രൂപത്തിലൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് ഒരു പാൻ എടുത്ത് വെക്കാം. ഇനി ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച്, ഞാനിവിടെ തവിടെണ്ണയാണ് ഉപയോഗിക്കുന്നത്, സാധാരണ നെയ്യാണ് ഉപയോഗിക്കുക. പാന് ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് ഉണ്ടിക്കെടുത്ത്
റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ചിരകി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒന്ന് ഈ എണ്ണയിൽ ഒന്ന് ഉപ്പ് പോയിട്ട് അപ്പോൾ നമ്മളെ തേങ്ങ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ട ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. ഇതൊന്ന് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കൂട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. മുട്ടയും നല്ല വെന്ത് വന്നു. നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചട്ടിപ്പത്തിരിക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി. ഇനി നമുക്കത് ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. സാധാരണ ചട്ടിപ്പത്തിരിൻ്റെ പാത്രത്തിലാണ് ഉണ്ടാക്കാറ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാം. ഇതിൻ്റെ എല്ലാ ഭാഗത്തും സൈഡിലും നമുക്ക് തേച്ച് പിടിപ്പിച്ചെടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു വാഴൻ്റെ ഇല ഇതിന് കറക്റ്റാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത് വെച്ച് കൊടുക്കാം. ഇത് വെക്കണം നിർബന്ധമൊന്നുമില്ല. ഞാൻ അടിയിൽ ചിലപ്പം പിടിച്ച് പോകാതെ വെക്കാൻ വേണ്ടിയിട്ട് വാഴൻ്റെ ഇല വെച്ചാൽ നല്ലതാണ്. നമുക്ക് ഈ വാഴൻ്റെ ഇലയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈ ചപ്പാത്തി നമുക്ക് ഇതിൽ മുക്കിയെടുക്കാം. മുട്ടയും ഏലക്കായും പാലൊക്കെ നമ്മൾ ഒഴിച്ച് നേരത്തെ റെഡിയാക്കിയ ഇത് മുക്കിയിട്ട് ഇതിൽ വെച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ടയും തേങ്ങയിട്ട ഇതിൻ്റെ മുകളിലേക്ക് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ എല്ലാം ഇങ്ങനെ തട്ടായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ബാക്കി വരുന്ന മുട്ടയുടെ വെള്ളം നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ചെടുക്കാം. മുട്ട കുറേ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് അത്ര ഒഴിച്ചെടുക്കാം. അത് മുട്ട കുറവാണ്. അപ്പോൾ ബാക്കി വന്നത് ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇത് വെക്കണതിന് മുമ്പായിട്ട് നമുക്കൊരു പത്തിരിക്കല്ല് അടുപ്പത്ത് വെക്കാം. കാരണം ചൂട് നേരിട്ട് തട്ടുമ്പോൾ ചിലപ്പോൾ അടി പിടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ കുക്കർ വെച്ച് കൊടുക്കാം. കുക്കർ വെക്കുമ്പോൾ അതിൻ്റെ വിസിൽ നമ്മൾ ഊരിയെടുക്കണം. വിസിൽ ആവശ്യമില്ല. ഇനി ഇത് നമുക്കൊരു 20-25 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചെടുക്കാം. ഇപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗം കൂടെ ഒന്ന് മുകൾ ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിതൊരു പാനിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി നമുക്കത് തിരിച്ച് നമ്മളെ ചട്ടിപ്പത്തിരി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം.